മിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് വരാം. അഭിഷേകത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 135 അത് മുഴുവൻ നമ്മൾ ധ്യാന വിഷയമാക്കണം. അതിന് കുറേ ഭാഗം മാത്രം വായിക്കുകയാണ്. പിന്നീട് നിങ്ങളത് വായിച്ച് പ്രാർത്ഥിക്കും. ശരിക്കും ഈ വചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് നമ്മളൊന്ന് ധ്യാന വിഷയമാക്കുക. എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും? ഹൗ ടു പ്രേ, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? ശിഷ്യന്മാർ ഈശ്വര അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ല ആവശ്യപ്പെടുന്നൊരു പ്രാർത്ഥനയാണ്. അതായത്, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ടീച്ച് us to pray. Lord, teach us to pray. അപ്പോൾ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? എല്ലാവരും ചോദിക്കും, ഏറ്റവും നല്ല പ്രാർത്ഥന, ഏറ്റവും കൂടുതൽ ദൈവിക ഇടപെടലുണ്ടാകാൻ നമ്മൾ എന്ത് പ്രാർത്ഥന ചെയ്താലാണ് നടക്കുന്നത്? ഒരിക്കലും ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമല്ല. ദൈവവചനത്തിൽ എന്ത് പറയുന്നു? ഏറ്റവും നല്ല പ്രാർത്ഥന ഏതെന്നാണ് ബൈബിള് പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും നല്ല പ്രാർത്ഥനകൾ എന്താണ്? പല കാര്യങ്ങളും പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വചന വിഷയമാക്കി എടുക്കുക. അതാണ് സങ്കീർത്തനം 135 പ്രത്യേകത. അതാണ് കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടെ നല്ലവനാണ്, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ, അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവ് യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു. കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെക്കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ്. മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ്. അവിടുന്നാണ് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചത്. അവിടുന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ ഫറവോയ്ക്കും അവൻ്റെ ഭൃത്യർക്കും എതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. അവിടുന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു. അമോര്യ രാജാവായ സിഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെ സംഹരിച്ചു. അവരുടെ ദേശങ്ങൾ തൻ്റെ ഇസ്രായേൽ ജനത്തിന് അവകാശമായി അവിടെ നൽകി. കർത്താവേ, അങ്ങയുടെ നാമം ശാശ്വതമാണ്. കർത്താവെ, അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിന് നീതി നടത്തിക്കൊടുക്കും, തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്ക് വായുണ്ട്, എന്നാൽ സംസാരിക്കുന്നില്ല. അവയ്ക്ക് കണ്ണുണ്ട്, എന്നാൽ കാണുന്നില്ല. അവയ്ക്ക് കാതുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അവയുടെ വായിൽ ശ്വാസമില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെ ആയിത്തീരും. അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെ ആകട്ടെ. അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേൽ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. അഹ്റോന്റെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. ലേവിയുടെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിൻ്റെ ഭക്തരേ, കർത്താവിനെ വാഴ്ത്തുവിൻ. ജെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ. ഏറ്റവും നല്ല പ്രാർത്ഥന ബൈബിള് പറയുന്നത് ആ ദൈവസ്തുതിപ്പാണ്. ദൈവത്തിന് നന്ദി പറയുന്നതാണ്. ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡിലും ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്ന നന്ദി പറയുക. ബൈബിൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനവും പുതിയ നിയമസഭയും, അല്ലെങ്കിൽ പുതിയ ഇസ്രായേലും പഴയ ഇസ്രായേലും ഒരുപോലെ അവർ ഏറ്റവും നല്ല പ്രാർത്ഥനയായി തിരഞ്ഞെടുക്കുന്നത് ദൈവസ്തുതിപ്പാണത്. അത് ഏറ്റവും വലിയ മാതൃക നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തന്നെയാണ്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഈശോ മരിച്ച ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് യോഹന്നാൻ 11:42-43 വചനം. ശരിക്കും 40 മുതല ഈശോ പഠിപ്പിക്കുകയാണ്. ഈശോ അവളോട് പറഞ്ഞു, വിശ്വസിച്ച നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പേ നന്ദി കൃതജ്ഞത പറയുക, നന്ദി, ദൈവത്തെ സ്തുതി അർപ്പിക്കുക. പഴയ ഇസ്രായേൽ ജനം ദൈവത്തിന് നന്ദി പറയുന്നത് കാണാൻ പറ്റും. 3 ബാലന്മാരെ
ശത്രുക്കൾ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിയുമ്പോൾ അവരതിൻ്റെ നടുവിൽ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. വേറൊന്നും പ്രാർത്ഥനയല്ല, ദൈവത്തെ നന്ദി പറയുക. ഓരോ സമയവും ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നിമിഷങ്ങളോട് നന്ദി പറയുക. ദാനിയേൽ പുസ്തകം 3:28-29 വചനമുണ്ട്. അപ്പോൾ അവർ മൂവരും വേഗകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ പറ്റും, വേറൊന്നും ചെയ്യുന്നില്ല. ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെ ചുറ്റിപ്പറ്റിരിക്കുന്ന അഗ്നി മാറി നിൽക്കുന്നതും അവർക്ക് അതിനകത്ത് സുരക്ഷിതത്വങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നത് കാണാൻ പറ്റും. എപ്പോഴും ഇസ്രായേൽ ജനത അപകടങ്ങൾ ആപത്ത് വരുമ്പോൾ നിലവിളിച്ച് നിരാശപ്പെടുകയല്ല, ചിലരുണ്ട് അസ്വസ്ഥരായി പോവുക. അല്ല, ഈ ദൈവത്തിന് നന്ദി പറയുക, സ്തുതിക്കുക. എന്തോ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഗോഡ് ഹാസ് പ്ലാൻ. ഈ സഹനമല്ലത്, ദൈവത്തിൻ്റെ പദ്ധതിയാണത്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ പറ്റും. ഇസ്രായേൽ ജനത്തിന് എപ്പോഴും സ്തുതിപ്പിൻ്റെ ജീവിതം കാണാൻ പറ്റും. അത് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ 3 ബാലന്മാരെ അവർ തീക്കുണ്ടത്തിലോട്ട് വലിച്ചെറിയുമ്പോൾ അതിനകത്തേക്ക് വീഴുന്ന അവർ അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ പറ്റും. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 25 മുതൽ വചനത്തിൽ പൗലോസിനെ സീലാസിനെയും പിടിച്ചവർ ജയിലിൽ അടച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട്, അർദ്ധരാത്രി കൊടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അത് വേറെ ദൈവത്തെ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുക. അവരെന്താണ് ദൈവത്തെ സ്തുതിച്ചു, അല്ലാതെ അത് വേണം ഇത് വേണം അത് തരണം ഇത് തരണം എന്നുള്ള അപേക്ഷ പ്രാർത്ഥനയല്ല നടത്തുന്നത്. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയോടെ ഉണ്ടാകാൻ പോവുക. നന്ദി പറയുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. പലപ്പോഴും അത്തരം ഘട്ടങ്ങൾ നമ്മൾ സ്തുതിക്കില്ല, പരാതി പറയുകയാണ്. എല്ലാവരും പരാതി പ്രാർത്ഥനയായിട്ട് മാറ്റുക. പരാതിയല്ല, ഇവിടെ സ്തുതിക്കുന്ന സംഭവമാണ്. പരിശുദ്ധ അമ്മയിൽ ദൈവം പ്രവർത്തിച്ചു കഴിയുമ്പോൾ അമ്മ ചെയ്യുന്നത്, അമ്മ സ്തുതിപ്പാണ് നടത്തുന്നത്. അതാണ് ലൂക്ക 1:46-56 മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ പറ്റും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ഇതുതന്നെയാണ് സഖറിയായും എലിസബത്തും ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് പ്രാർത്ഥനയെ ചെയ്ത സ്തുതിപ്പാണ്. പ്രാർത്ഥന മുഴുവൻ സ്തുതിപ്പാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ 150 സങ്കീർത്തനങ്ങൾ മുഴുവനും ദൈവ സ്തുതിപ്പുകളാണ് നിൽക്കുന്നത്. മുഴുവൻ ദൈവത്തെ വേറൊന്നും ചെയ്യുന്നില്ല. ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിന് നടുവിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്, ആ പദ്ധതി നിറവേറാൻ പോവുക. ഈ സഹനമല്ല, വലിയ അത്ഭുതം നടക്കാൻ പോവുകയാണ്. അത് ദൈവം നന്ദി പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈശോ അന്ത്യത്താഴം കഴിഞ്ഞ് ഗെത്സമൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, തിരുവചനം പറയുന്നത്, ഒരു സ്തോത്രഗീതം ആലപിച്ചിട്ട് അവൻ ഒലിവ് മലയിലേക്ക് സ്തോത്രഗീതം ആലപിച്ച് ദൈവം നന്ദി പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അവിടെ ഏറ്റവും നല്ല പ്രാർത്ഥന ബൈബിള് പറയുന്നത്, തിരുവചനം പറയുന്നത് ആ ദൈവ സ്തുതിപ്പാണത്. സ്തുതിച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മൾക്കിവിടെ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ്ലീഹ, നമുക്കറിയാം ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത്, ഈ വചനങ്ങൾ കൊടുക്കുന്നത്. ആ വചനം കൊടുക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഫിലിപ്പി ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിന് 4 മുതൽ വചനത്തിൽ പറയും, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും, ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കുകയും, നിങ്ങളുടെ ക്ഷമാശയിൽ എല്ലാവരും അറിയട്ടെ, കർത്താവ് അടുത്തെത്തിരിക്കുന്ന ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയുടെയും അപേക്ഷകളെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും, നിങ്ങൾ സ്തുതിച്ചുകൊണ്ടാണ് നിങ്ങളുടെ യാതന അർപ്പിക്കുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴും നന്ദിയുടെ ജീവിതം, കൃതജ്ഞത. കാരണം ദൈവം വലിയവനാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം നമ്മെ പരിപാലിച്ചു. ഈശോമിശിഹായിലൂടെ ദൈവം നമ്മെ വീണ്ടെടുത്തു. പാപം മൂലം മനുഷ്യൻ ദൈവത്തിന് അകന്നു പോയെങ്കിലും ദൈവനെ ഉപേക്ഷിച്ച് കളയാതെ ഈശോമിശിഹായെ കാൽവരി കുരിശിൽ ബലിയർപ്പിച്ചുകൊണ്ട് വീണ്ടെടുത്തു ദൈവം. ആ ദൈവത്തിൻ്റെ ശക്തിയെ പരീക്ഷിക്കരുത്. ആ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിയോട് നന്ദി പറയണം, എപ്പോഴും നന്ദി പറയണം. ഒരു കുടുംബം പ്രശ്നം വരുമ്പോഴും നന്ദി, തകർച്ചകളെപ്പോഴും ദൈവത്തിന് നന്ദി പറയണം, സഹനത്തെപ്പോഴും നന്ദി പറയണം, മക്കൾ പ്രശ്നമുണ്ടാക്കാൻ ദൈവം നന്ദി പറയണം. കുടുംബത്തിൽ ജീവിത പങ്കാളി അല്ലെങ്കിൽ പാപത്തിൽ കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എന്തോ ഒരു പദ്ധതി ഇവിടെ നടക്കാൻ പോവാണ്, അവിടെ ഒരു വലിയൊരു മാനസാന്തരം ഉണ്ടാകാൻ പോവാണ്, ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ദൈവത്തെ സ്തുതിക്കുക. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ആദിമസഭ ഒരുപക്ഷെ ആ 10 ദിനങ്ങൾ അവർ സഹീയോൻ മാളിക മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കും ഏറ്റവും വലിയ? ദൈവത്തെ സ്തുതിക്കുകയാണ് അവർ. അതാണ് അഭിഷേകഘട്ടനങ്ങൾ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ആദ്യമുണ്ടാകുന്ന വരമേതാണ്? സ്തുതിപ്പിൻ്റെ വരവാണ്. അപ്പോസ്തല പ്രവർത്തനത്തിന് 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ
പന്തക്കുസ്താദിന് സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ശബ്ദം പെട്ടെന്ന് ആകാശമുണ്ട്. അത് അവർ സമ്മേളിച്ചത് വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളോടത്തിൻ്റെ മേൽ വന്ന് നിൽക്കുന്നവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും സ്തുതിപ്പ് തുടങ്ങുകയാണ്. ദൈവ സ്തുതിപ്പിലേക്ക് വരികയാണ്. അവർ ദൈവത്തെ അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വചനത്തിൽ പറയുന്നുണ്ട്, മുഴുവൻ പറയുന്നുണ്ട്. അതായത് ഇവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത്ഭുതകരമായ സ്തുതിപ്പ്. പത്രോസ് മറ്റ് 11 പേരോട് കൂടി എഴുന്നേറ്റ് എന്ന് ഉച്ചസ്വരത്തിൽ അവർ പറഞ്ഞു, യഹൂദ ജനങ്ങളെ, യെരൂശലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറിലായിട്ടുള്ളൂ. മറിച്ച് യോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളിച്ച അവസാന ദിവസങ്ങളിൽ എൻ്റെ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. നിങ്ങളുടെ പുത്രന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. അപ്പോൾ സ്തുതിപ്പിൻ്റെയാണ്. അവിടെയുള്ള സ്തുതിപ്പും പ്രാർത്ഥനയും കൊണ്ടൊന്ന് നിറയുകയാണ്. ഒരു വലിയൊരു ഒരു സംഭവമായിട്ടത് മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രാർത്ഥനയായി നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രാർത്ഥന എല്ലാ സമയവും ദൈവത്തെ സ്തുതിക്കണം. ഓരോ നിമിഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ആരംഭിക്കാം. സ്തുതിപ്പിൻ്റെ ജീവിതം ആരംഭിക്കുക. എന്ത് പ്രശ്നം നിങ്ങൾ സ്തുതിച്ച് നോക്കിക്കൊള്ളുക. ഒരു കുടുംബ പ്രശ്നം വരും, രോഗം വരുന്നു, ഒരു അപകടം വരുന്നു, ഇവിടുത്തെ പ്രശ്നം വരുമ്പോൾ വെറും ദൈവത്തെ ഹല്ലേലൂയ, ദൈവം നന്ദി പറയും, സ്തുതിക്കുന്നു, അങ്ങ് സ്തുതിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പ്രശ്നങ്ങൾ വരും, സ്തുതിക്കണം. അപകടപ്പെട്ട് നിങ്ങളിപ്പോൾ ജയിലിൽ കൊണ്ട് നിർത്തുക. അപ്പോൾ അവിടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരിക. ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ വലിയ അപകടങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ അപ്പസ്തലന്മാർ ദൈവത്തെ സ്തുതിക്കുക. ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടുണ്ടാകുന്നത് കാണാൻ പറ്റും. ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ പീഡിപ്പിക്കുന്ന ആളുകളെ ദൈവകാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കണം. അങ്ങനെ സ്തുതിച്ചു എല്ലാത്തിനും നന്ദി പറയുക. എപ്പോഴും നന്ദി പറയുക. നമുക്ക് തിരുസഭ ഓരോ ദിവസം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന ഒരു ദൈവ സ്തുതിപ്പാണ് മുഴുവൻ. അത് പിതാവായ ദൈവത്തിന് പുത്രൻ തമ്പുരാൻ അർപ്പിച്ച കാൽവരി ബലി. അത് കൃതജ്ഞതാ ബലിയാണ്, സ്തുതിയുടെ ബലിയാണ്, നന്ദിയുടെ ബലിയാണത്. ആ ബലി അർപ്പിക്കുമ്പോൾ ആ സ്തുതിപ്പാണ് നടത്തുന്നത്. ആ സ്തുതിപ്പിലേക്ക് നമ്മൾ വരാൻ തയ്യാറാകണം നമ്മളത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളോ അടയാളങ്ങളോ സൗഖ്യങ്ങളോ വിടുതലൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ഏത് പ്രാർത്ഥനയെന്ന് വെച്ചാൽ ഞാൻ പറയും സ്തുതിക്കണം. നമ്മൾ കരയല്ല വേണ്ടത്, ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ അപകടങ്ങൾ കഴിയുമ്പോഴും ആപത്തുകൾ കഴിയുമ്പോഴും ദൈവം ഞാൻ തന്നെ സ്തുതിക്കുക, നന്ദി പറയുന്നു. എപ്പോഴും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം നന്ദി പറയുക. കാരണം ദൈവം അറിയാതൊന്നും സംഭവിക്കില്ല. രോഗങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, ജോലി തടസ്സങ്ങളാകട്ടെ, മക്കൾ ജനിക്കുന്നില്ലാത്ത കുടുംബം, അല്ലെങ്കിൽ കുടുംബത്തിൽ മക്കൾ പ്രശ്നമുണ്ടാക്കുന്നു, മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു, ജീവിത പങ്കാളി പ്രശ്നമുണ്ടാക്കുന്നു, ജോലി തകർച്ച വരുന്നു, അപകടങ്ങൾ വരുന്നു, ഒറ്റപ്പെടുന്നു, ശത്രുക്കളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുക. ആണ് പരിശുദ്ധാത്മാവിൻ പലപ്പോഴും നമുക്കറിയാമല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൊണ്ട് നിറയുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവരെപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ പറ്റും. അവരധരം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ചലിക്കല്ല, ദൈവസ്തുതിപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവസ്തുതിപ്പിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. സങ്കീർത്തനം 135 മുമ്പ് നമ്മൾ കേട്ട ആ വചനം, അതായത് കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ, കർത്താവിന് ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണ്ടും സങ്കീർത്തനത്തിൻ്റെ 66-ാം അധ്യായത്തിൽ ദൈവസ്തുതിപ്പിനെ കുറിച്ച് തന്നെ അത് ഒരു വചനങ്ങളാണ് അത് പറയുന്നത്. 66-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവത്തെ സ്തുതിക്കണം. 1 മുതൽ ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കും, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ, അവിടുത്തെ പ്രവർത്തികൾ അത്ര ഭീതിജനകം, അങ്ങയുടെ ശക്തി പ്രാഭവത്താൽ ശത്രുക്കൾ അങ്ങേ കീഴടങ്ങും, ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു, അവർ അങ്ങേ പാടിപ്പുകഴ്ത്തുന്നു, അങ്ങയുടെ നാമത്തിന് സ്തോത്രഗീതം ആലപിക്കുന്നു. ഇസ്രായേൽ ജനമേ ചെങ്കടൽ കടക്കുമ്പോഴും യോർദാൻ കടക്കുമ്പോഴും അവിടെ കാണാൻ പറ്റും അവർ കൈകൾ തപ്പുകളെടുത്തുകൊണ്ട് അവർ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ പറ്റും. നമുക്കറിയാം ദാവീദിൻ്റെ കയ്യിൽ സംഗീത ഉപകരണമുണ്ട്. അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സാവുകളിൽ നിന്നും പിശാച് വിട്ടുപോകുന്നതും അവന് പരിശുദ്ധാത്മാവിൽ നിറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ ദൈവസ്തുതിപ്പ് നടത്തുന്നിടത്തുനിന്ന് പിശാച് ഓടിപ്പോകുന്നത് കാണാൻ പറ്റും. ദൈവസ്തുതിപ്പ് നടക്കുന്ന സ്ഥലത്ത് പിശാചിന് സ്ഥാനമില്ല. ഇപ്പം ഞാൻ പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ ഈ അണക്കര ധ്യാന കേന്ദ്രത്തിൽ അനേക ദൈവസ്തുതിപ്പുകൾ നടത്തുമ്പോൾ പിശാചിനോട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദുഷ്ടപിശാച് ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ.
കാരണം ദൈവത്തെ സ്തുതിക്കുന്ന സ്ഥലങ്ങളിൽ ദുഷ്ടാരൂപികൾക്ക് ഒരു സ്ഥാനവുമില്ല, അത് പ്രവർത്തിക്കാൻ പോലും പറ്റില്ല. അവിടെ നമ്മൾ നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചാൽ മതി. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം. പലപ്പോഴും നമ്മളൊക്കെ ഒന്ന് ചില ബുദ്ധിയും ശക്തിയും കഴിവും നമ്മുടെ അറിവൊക്കെ ഉപയോഗിച്ചാണ് പല തിന്മയുടെ ശക്തികളെയും സംഭവങ്ങളെയും ദൂരെ അകറ്റി നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. നമ്മൾ നന്നായിട്ട് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവിക ഇടപെടൽ അവിടെ ഉണ്ടാകും. അതാണ് സങ്കീർത്തനം 66 6 മുതൽ 9 വരെയുള്ള വചനമുണ്ട്. 6 മുതൽ 9. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടെ തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. അവിടെ ജനതകളെ നിരീക്ഷിക്കുന്നു. കലഹപ്രിയർ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം ഉയരട്ടെ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തുപാലിക്കുന്നു. നമ്മുടെ കാലിടാൻ അവിടെ സമ്മതിക്കുകയില്ല. അപ്പോൾ അവിടെ പറയാം, ഉച്ചത്തെ സ്തുതിക്കാൻ പറയാം. സ്വരം ഉയരട്ടെ എന്ന് പറയുന്നത് ഉച്ചത്തിലുള്ള സ്തുതിപ്പുണ്ട്. അതല്ല നമ്മൾ വെറുതെ മനസ്സുകൊണ്ട് സ്തുതിച്ചാൽ പോരാ, അധരം കൊണ്ടും ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം. ആ സ്തുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിലും മനസ്സിനോട് വിട്ടുപൊക്കോളും. അതാണ് പൗലോസും ശീലാസും തടവറയിൽ കടന്നുകൊണ്ട് അവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങല മുഴുവൻ അഴിഞ്ഞു പോവുകയാണ്. അവരുടെ മുമ്പിൽ അടഞ്ഞ വാതിൽ തുറക്കപ്പെടുകയാണ്. അവർക്ക് ഫ്രീഡം കിട്ടുക. അവരെന്ത് പ്രാർത്ഥന നടത്തി, അവരൊന്ന് ദൈവത്തെ സ്തുതിക്കുക. അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ട അവർ ദൈവത്തെ സ്തുതിക്കുക. സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അടയാളങ്ങൾ ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു, വലിയ മിറക്കിൾ സംഭവിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും അതാണ് ബൈബിളിൽ പറയുന്നത്, ഈ പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയും, പാപിക്ക് സ്തോത്രഗീതമാണ്, പാപി ഒരിക്കലും സ്തുതിക്കില്ലെന്ന് പറഞ്ഞു. അവന് വാ കെട്ടിയിട്ടിരിക്കുക. പല ആളുകളുടെ വായ തുറക്കില്ല. അവർ മടുപ്പാണ് അവർക്ക്. പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനമുണ്ട്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രാർത്ഥന ഒരിക്കലും മടുപ്പ് തോന്നരുത്. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അപ്പോൾ വൈശാസിക പീഡകൾ, ബന്ധനങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകുന്ന കാണാൻ പറ്റും. സങ്കീർത്തനത്തിൻ്റെ 141-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് സ്തുതിപ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവേ, ഞാനങ്ങ് വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായി സ്വീകരിക്കണം. സങ്കീർത്തനം 141-ന്റെ 1-2 വചനം. അപ്പോൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ പൈശാചിക പീഡകളും ബന്ധനങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകും. സങ്കീർത്തനം 146-ാം അധ്യായത്തിൽ മുഴുവൻ ദൈവസ്തുതിപ്പാണ്. അത് തുടങ്ങുന്ന തന്നെ 146-ന്റെ 1 മുതൽ 6 വരെയുള്ള വചനം. കർത്താവിനെ സ്തുതിക്കുവിൻ, എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. കൊണ്ടോ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവത്തിന് കീർത്തനം പാടും. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രരിൽ ആശ്രയം വയ്ക്കരുത്. അവർ മണ്ണിലേക്ക് മടങ്ങുന്നു. അന്നവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. യാക്കോബിന് ദൈവം തുണയായുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുന്നാണ് സകലവും, ഭൂമിയും ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടെ നിന്നേക്കും വിശ്വസ്തനാണ്. സ്തുതിക്കാൻ പറയാം. അങ്ങ് സ്തുതിക്കുമ്പോൾ ബന്ധനങ്ങളും കെട്ടുകളും പൈശാചിക പീഡകളൊക്കെ നമ്മെ വിട്ടുപോകുന്നു കാണാൻ പറ്റും. അവിടെ മക്കളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തുതിപ്പിൻ്റെ ജീവൻ, ദൈവസ്തുതിപ്പ്, ഹൃദയം തുറന്ന് എപ്പോഴും ദൈവത്തെ നന്ദി പറയുക. ഓരോ നിമിഷവും അത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും, പരീക്ഷ എഴുതുമ്പോഴും, എക്സാംസ് ഒക്കെ ചെയ്യുമ്പോഴും, തിരിച്ചു വരുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, വാർദ്ധക്യം, ഇപ്പോഴും ദൈവസ്തുതിപ്പ്. എന്തൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. ഈ പ്രപഞ്ചം കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. ലോകത്തെ നന്മകൾ കാണാൻ ദൈവത്തെ സ്തുതിക്കുക. അപകടങ്ങൾ ദൈവത്തെ കാണാൻ അവിടെയും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എപ്പോഴും അവൻ കാണുന്നത് ദൈവത്തിൻ്റെ കരമാണ്. എല്ലായിടത്തും ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാകും, ദൈവത്തിൻ്റെ ഇടപെടുണ്ടാകും. സഭയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കാരണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവിടുത്തെ സ്നേഹം അനന്തമായ സ്നേഹമാണ്. അതൊരിക്കലും വറ്റി വരണ്ട് പോകില്ല. അതെപ്പോഴും നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മൾ സംരക്ഷിക്കുന്നു കരുതി നമ്മൾ ദൈവത്തെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കാൻ നമ്മളെപ്പോഴും തയ്യാറാകണം. നല്ല സ്തുതിപ്പിൽ വരുമ്പോൾ പിന്നെ തിന്മയ്ക്ക് നമ്മുടെ മേൽ ആധിപത്യം വരുത്താൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 3 ബാലന്മാർ അവർ അഗ്നികുണ്ഡത്തിൽ കിടക്കുമ്പോൾ, തീക്കുണ്ഡത്തിൽ കിടക്കുമ്പോൾ, അതിനകത്ത് കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അഗ്നിക്ക് അവരെ തൊടാനോ നശിപ്പിക്കാനോ പറ്റുന്നില്ല. അതാണ് ദൈവസ്തുതി. ദാനിയേൽ നിന്ന് പ്രവാചകനെ സിംഹം കുടിയിടുമ്പോഴും അവനും അതിനകത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിംഹത്തിന് അടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ ഉപദ്രവിക്കാൻ പല ശത്രുക്കൾ നിങ്ങളുടെ ചുറ്റും കാണും. അയൽക്കാരാകാം, പ്രിയപ്പെട്ടവരാകാം, കുടുംബാംഗങ്ങളാകാം, മറ്റു സ്ഥലങ്ങളൊക്കെ, പോകുന്ന വഴികളൊക്കെ. അപ്പോൾ ആ സമയത്തെല്ലാം സ്തുതിപ്പിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. സ്തുതിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ നമ്മൾ തൊടുകയില്ല. നമുക്കൊരു ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണ മുദ്ര, നമ്മൾ സംരക്ഷണം നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ വലിയൊരു കാവൽ നമുക്ക് ലഭിക്കും. അവിടെ ബൈബിൾ മുഴുവൻ പഠിച്ചു. എപ്പോഴും ദൈവസ്തുതിപ്പുകളാണ് മുഴുവൻ കാണുന്നത്. ഏറ്റവും നല്ല പ്രാർത്ഥന ദൈവസ്തുതിപ്പ്. അല്ലാതെ വെറുതെ എപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവം കേൾക്കുന്നില്ല എന്ന് വെച്ചത്. ദൈവം എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു, ദൈവം പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വചനം തന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ചെയ്യേണ്ട കാര്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ അവസരം ദൈവം തന്നതിന് നിങ്ങളോട് വചനം പങ്കുവയ്ക്കാൻ ദൈവം അറിയാവുന്ന സംഭവിക്കില്ല. ദൈവമാണ് എല്ലാം വഴി നടത്തുന്നത് എന്ന് കരുതിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്
നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആരാധന അത് സ്തുതിപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധന സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, മഹത്വം മഹത്വം. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാറ്റായി വാ റൂഹായേ, തീനാവായി വാ റൂഹായേ, വെൺപ്രാവായി വാ റൂഹായേ, എന്നിൽ നീ കൃപയായി വാ റൂഹായേ, നീ കാറ്റായി വാ റൂഹായേ, തീനാവായി വാ റൂഹായേ, വെൺപ്രാവായി വാ റൂഹായേ, എന്നിൽ നീ കൃപയായി വാ. ആരാധന, 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 ആരാധന. എല്ലാ മുറികളും സുഖം പ്രാപിക്കട്ടെ. ദൈവാത്മാവെല്ലാം ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലെല്ലാം നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ആരാധന. ജീസസ്, ജീസസ്, ഹല്ലേലൂയ, 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 ആരാധന സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയോട് വട്ടെ. പരിശുദ്ധാത്മാവ് ശക്തി. ഹല്ലേലൂയ, ആരാധന സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന. ജീസസ്, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരം ഇന്നെന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്ധകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതൻ നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതൻ നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. റൂഹായേ, നീ കാറ്റായി വാ റൂഹായേ, നീ നാവായി വാ റൂഹായേ, വെൺപ്രാവായി വാ റൂഹായേ, എന്നിൽ നീ കൃപയായി വാ റൂഹായേ, നീ കാറ്റായി വാ റൂഹായേ, നീ നാവായി വാ റൂഹായേ, വെൺപ്രാവായി വാ റൂഹായേ, എന്നിൽ നീ കൃപയായി വാ. ആരാധന, ആരാധന, അഭിഷേകം വട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശക്തിയോട് Hallelujah,